കഴിഞ്ഞ ആഴ്ചയൊക്കെ വർക്കിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ കാണിക്കാം. അപ്പോൾ ആദ്യം IMA ഹൗസ് കലൂരിലായിരുന്നു ഈ ഒരു ഇവൻറ്റ്. ഹൈബീഡനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈബീഡനായിരുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷനൊക്കെ ചെയ്തിരുന്നത്. ഒരു പ്രിൻറ്റിംഗ് അസോസിയേഷൻ്റെ ഗെറ്റ് ടുഗെദർ, ഒരു ആനിവേഴ്സറി എന്നൊക്കെ പറയാം. ആ ഒരു ഇവൻറ്റായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് മഞ്ചേരിയിലേക്കാണ്. മഞ്ചേരിയിൽ ഒരു മുസ്ലിം എൻഗേജ്മെൻ്റ് അല്ല, നിക്കാഹായിരുന്നു. അടിപൊളി ഡെക്കോറായിരുന്നു. കല്യാണപ്പെടനെയൊക്കെ കാണാനായിട്ട് മാലാഖയെ പോലെയാണ് ഇരുന്നിരുന്നത്. അത്ര നല്ല സുന്ദരിയായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഈ മുസ്ലിം വെഡ്ഡിങ്ങിന് മഞ്ചേരിയിലൊക്കെ പോകുമ്പോൾ, മഞ്ചേരി കാലിക്കറ്റ് സൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു വെഡ്ഡിങ് കഴിഞ്ഞ് പോരുന്ന പോലെ വരാൻ പറ്റില്ല. ഒരുപാട് ചടങ്ങുകളും ഒരുപാട് സമയമൊക്കെ എടുത്ത്, ഇപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം തുടങ്ങിയതെങ്കിൽ ഒരു 2 മണി 3 മണി ആയപ്പോഴാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രയും സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നു. അവിടെ കുറേ പാട്ട്, ഡാൻസ് പരിപാടികൾ, ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ നോർമലി ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന പോലെയല്ല, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അവിടെ എല്ലാ ബന്ധുക്കളും വരും. എല്ലാവരും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ പോലെ അവരങ്ങനെയില്ല, ഒരു 3 മണി 4 മണി വരെയൊക്കെ അവിടെ ഇരുന്നിട്ടായിരിക്കും പോരുന്നത്. അങ്ങനെ ഒരു ഡെക്കോറൊക്കെ ഭയങ്കര ഒരു റെഡ് തീമിലുള്ള അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചുമന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. ബാക്കിലൊക്കെ കണ്ടോ ഇങ്ങനെ, അത് മറ്റേ ഈ തട്ട് പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ആളുകളാണ്. അവരത് അങ്ങനെ ഒപ്പം വായിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പാടുന്നതായിരിക്കും. പിന്നെ ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു. മഞ്ചേരി തന്നെയുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലായിരുന്നു ഇവൻ്റെ. ഒരു AC ഹാളായിരുന്നു. AC ഹാളിൽ ഏകദേശം ഒരു 2000 ആളുകളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഫുഡും സംഭവങ്ങളും ഒക്കെ താഴെയായിരുന്നു. കേക്ക് കട്ടിങ്ങും പിന്നെ നിക്കാഹ് സെറിമണി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സെറിമണീസ്. ഓരോ സെറിമണിക്കും നല്ല ഗ്യാപ്പുണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു ഡാൻസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പരിപാടി വരുന്നത്. അതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ നോർമലി ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ആൻഡ് ഇത് MCRൻ്റെ ഡീലേഴ്സ് മീറ്റാണ്. ഇത് കൊച്ചിയിലായിരുന്നു. MCRൻ്റെ ഡീലേഴ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ MCRൻ്റെ എല്ലാ പ്രൊഡക്റ്റും വെച്ചിട്ടുണ്ട്. MCR റിക്സണും MC റോബിനും കൂടെ വന്ന് ഡീലേഴ്സിന് എല്ലാവരെയും പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സ്റ്റേജിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. നമ്മൾ എഫേർട്ട് ഇട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വരുന്നവർ നമ്മൾ അനൗൺസ് ചെയ്ത് നമുക്ക് തീരെ ഒരു ഗ്യാപ്പ് ബ്രേക്ക് കിട്ടാത്ത പോലെയൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയിലായിരുന്നു ചെയ്തത്. ആൻഡ് ഇത് സൺഡേ ചെയ്ത ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ഡെക്കോറാണ്. ഇത് എറണാകുളത്താണ്. നല്ല ഭംഗിയുള്ള ഡെക്കോറായിരുന്നു. അതിന് ആ ബ്ലാക്ക് ഷെയ്ഡിലാണ് കാണുന്നത്. ഇതായിരുന്നു ചെറുക്കനും പെണ്ണും. അങ്ങനെ അവരുടെ ഒരു ബ്യൂട്ടിഫുൾ എൻട്രി, നമ്മൾ സാക്സഫോണൊക്കെ വായിച്ചിട്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ എൻട്രി. ഞാൻ ഈ സമയത്തൊക്കെ കറക്റ്റ് ഡയറക്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട്, എങ്ങനെ പോകണം എങ്ങനെ വരണം എന്നുള്ളതൊക്കെ. ആൻഡ് ഫൈനലി ഇതാണ് 2 സൈഡിൽ നിന്നുമുള്ള ഫാമിലി മെമ്പേഴ്സ് വരുന്നത്. അവരുടെ ഒരു ടുഗെദർ ഫാമിലി പിക്ചറൊക്കെ എടുത്തതിന് ശേഷം, അതായത് കേക്ക് കട്ടിങ്, ക്യാൻഡിൽ ലൈറ്റിങ്, വൈൻ ടോസ്റ്റിംഗ്, നോർമലി നമ്മുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് വരുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ സാരി എടുക്കാൻ പോയി. ആൻഡ് ഇതായിരുന്നു എൻ്റെ വിഷയം. ഇങ്ങനെയായിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ ഈ റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ചൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു. വലിയ കുഴപ്പമില്ല. 10,400 പേരൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയെങ്കിലും കണ്ടല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഇനി അടുത്തത് ഇതിന് മുൻപ് എപ്പോഴോ ചെയ്ത ഒരു ഇവൻ്റാണ്. ഗുലാൻ തട്ടുകട എന്ന ഒരു മൂവിയുടെ ലോഞ്ചാണ്. കുറച്ച് സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഒരു ചെറിയ ഇവൻ്റായിരുന്നു. ജാഫർ ഇടുക്കി, ഡ്രാക്കുള സുധീർ, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. VD സതീശനായിരുന്നു മെയിൻ ഗസ്റ്റ്. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു 9 മണി ആയപ്പോൾ ചെന്നെങ്കിൽ ഒരു 10-10:30 ആയപ്പോഴത്തേനും കഴിഞ്ഞ ഒരു കുഞ്ഞ് ഇവൻ്റായിരുന്നു. ആൻഡ് ഇനി അടുത്തത് മണർകാട് കോട്ടയത്ത് ചെയ്ത ഒരു വെഡ്ഡിങ്ങാണ്. ചെറിയ വെഡ്ഡിങ്ങാണ്, ഭയങ്കര വലിയ വെഡ്ഡിങ്ങാണെന്നൊന്നും പറയില്ല. ഒരു ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഓവറോൾ ഇവൻ്റ് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞു.